കടൽ തെറാപ്പി പുതിയ വെൽനസ് ട്രെൻഡാണ്. വെറും 1 മണിക്കൂർ 20,000 രൂപ വരെ ചാർജ് ചെയ്തിട്ട്. നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊന്നും ചോദിക്കുന്നില്ല, കാരണം നിങ്ങളിൽ പലർക്കും ഇത് ഓൾറെഡി അറിയാമായിരിക്കും. കാരണം ഈ കടൽ തെറാപ്പി ഇങ്ങ് നമ്മുടെ ഡൽഹി വരെ എത്തിയിട്ടുണ്ട്. ഇനി കടൽ തെറാപ്പിയെ കുറിച്ച് നിങ്ങൾ കേട്ടതുപോലെ തന്നെയാണ് ഇതിന്റെ അർത്ഥം. ഹഗ്ഗിങ്, ജെന്റിൽ ഹോൾഡിംഗ് പോലുള്ള നോൺ റൊമാൻറ്റിക് സേഫ് ഫിസിക്കൽ ടച്ച് വഴി മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു രീതിയാണിത്. ഇതിനായി പ്രൊഫഷണൽ കടൽ തെറാപ്പിസ്റ്റുകളും ഉണ്ട്. ഒരു ശാന്തമായ റൂമിൽ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ നിങ്ങളെ കേൾക്കും, ആശ്വസിപ്പിക്കും. നോ ഓക്വേർഡ് ഫീലിംഗ്സ്, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്, ജസ്റ്റ് യുവർ ഹ്യൂമൻ കംഫർട്ട് ആൻഡ് ഇമോഷണൽ ഹീൽ. ചിലപ്പോൾ അവർ ചില ബ്രീത്തിങ് ടെക്നിക്സോ ഗ്രൗണ്ടിങ് എക്സസൈസോ ഒക്കെയും കൂടെ ചെയ്യിപ്പിച്ചേക്കാം. ഇത് ഒരു ഫൺ പരിപാടിയല്ല, ലോൺലിനെസ്, ഹാർട്ട് ബ്രേക്ക് പോലെയുള്ളവർക്കൊക്കെയുള്ള ഒരു ചികിത്സാ രീതി കൂടിയാണ്. പിന്നെ പഠനങ്ങൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ടച്ച്, പേഴ്സണൽ ടച്ച് നമ്മുടെ ശരീരത്തിലെ ഓക്സിറ്റോസിൻ വർദ്ധിപ്പിക്കും, സ്ട്രെസ് കുറയ്ക്കും, ഉറക്കം മെച്ചപ്പെടുത്തുന്നൊക്കെയാണ്. ഒപ്പം ഒരു വ്യക്തി എന്ന നിലയിൽ ദിസ് ഹെൽപ്സ് പീപ്പിൾ ഫീൽ ഓർ സീൻ എഗെയിൻ, അഥവാ നമ്മളിവിടെ ഉണ്ട് എന്ന തോന്നൽ കൂടെ ഈ ഒരു തെറാപ്പി നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ റെഫ്രിജറേറ്റഡ് ഫ്രണ്ട്ഷിപ്പ് പോയിന്റ്സ് എന്നൊരു പുതിയ ആശയം കൂടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു കമ്പാനിയനെ റെന്റ് ചെയ്ത് സംസാരിക്കാം, ആളുടെ കൂടെ ചില്ല് ചെയ്യാം, സിനിമ കാണാം. ഇതെല്ലാം ടോട്ടലി പ്ലാറ്റോണിക് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തൊക്കെയായി പറയുന്നത്, ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ അതോ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചില നമ്പറൊക്കെയാണോ നമ്മൾ സംശയിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള സേവനങ്ങൾ എന്തുകൊണ്ടാണ് ട്രെൻഡിങ് ആകുന്നതും കൂടെ കൃത്യമായും പഠനങ്ങൾ പറയുന്നുണ്ട്. അതായത് അർബൻ ലോൺലിനെസ് ഇന്നത്തെ കാലത്തൊരു വലിയ യഥാർത്ഥമായ പ്രശ്നമാണ്. കോവിഡിന് ശേഷം ആളുകൾക്ക് കണക്റ്റഡ് ആയിരിക്കാനുള്ള ആഗ്രഹം വളരെയധികം കൂടിയിട്ടുണ്ട്. അതുപോലെ ഫോണൊക്കെ എത്ര എൻലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്താലും മനസ്സിന് അതൊരു കണക്ഷൻ നൽകുന്നില്ല എന്നൊരു ഓപ്ഷനും അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കടൽ തെറാപ്പിയും ഫ്രണ്ട്ഷിപ്പ് പോയിന്റ്സും ഒക്കെ ഇതുപോലെ ട്രെൻഡിങ് ആകുന്നത്. ദ റിയൽ ഹ്യൂമൻ ടച്ച് ആൻഡ് കണക്ഷൻ നൽകുന്ന ഒരു പുതിയ വഴിയും കൂടിയായി മാറുന്നത് അങ്ങനെയാണ്. ഇനി ഒഴിവാക്കാനാകാത്ത ചില വിമർശനങ്ങൾ കൂടിയുണ്ട്. ഇമാതിരി പരിപാടികളെല്ലാം വെറും ഫ്രോഡ് സംഗതികളാണെന്നും ഇതെല്ലാം മിസ്യൂസ് ആകാമെന്നും തെറ്റിദ്ധരിക്കപ്പെടാമെന്നും ഒക്കെയാണ് വാദങ്ങൾ. പക്ഷേ സർട്ടിഫൈഡ് തെറാപ്പി പ്രൊവൈഡേഴ്സ് ഒക്കെ തികച്ചും കർശനമായ നിയമങ്ങളും കൺസെന്റ് റൂൾസും ഒക്കെ ഇതിൽ പാലിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഡൽഹി ഒരു തുടക്കം മാത്രമാകാം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. മുംബൈ, പൂനെ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി ഇങ്ങനെയുള്ള നഗരങ്ങളൊക്കെ ഇതിലേക്ക് വൈകാതെ തന്നെ കടന്നു വരാനാണ് സാധ്യത. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ കടൽ കൾച്ചറിനെ കുറിച്ച്?